2025 ഓഗസ്റ്റ് 30 ശനിയാഴ്ചയിലെ ചന്ദ്രികാ ദിനപത്രത്തിൽ സുഫിയാൻ അബ്ദുസ്സലാം എഴുതുന്നു. വിഭജനവാദികളുടെ വിഭജന ഭീതി ദിനം. ന്യൂനപക്ഷ മതസമൂഹങ്ങൾ ഇന്ത്യക്ക് പുറത്തു പോവണം എന്ന പ്രത്യയശാസ്ത്രം തലയിലേന്തി നടക്കുന്ന സംഘപരിവാറും അവരുടെ ഭരണകൂടവും ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം 2021 മുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ആഘോഷിച്ചു വരുന്നുവെങ്കിൽ ഒരു RSSകാരൻ കേരളത്തിൻ്റെ ഗവർണറായതോടെ ഈ വർഷം കേരളത്തിലും നിർബന്ധിതമായി അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സാക്ഷിയായത്. കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ ഗവർണർക്കും ആജ്ഞാനുവർത്തികൾക്കും പരിപാടികളിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നത് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയെ ഹിന്ദുവെന്നും അഹിന്ദുവെന്നും വിഭജിച്ച് ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് ഒരു കാലഘട്ടത്തിൽ ഏറെ മോഹിച്ചവരാണ് RSS. അവരെ സംബന്ധിച്ചിടത്തോളം 1947 വിഭജനം ഏറെ സന്തോഷകരമായിരുന്നു. എങ്കിലും 60% മുസ്ലിങ്ങൾ മാത്രമാണ് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തത് എന്ന ഔദ്യോഗിക കണക്ക് അവരെ നിരാശരാക്കി. മൊത്തം മുസ്ലിങ്ങളിൽ 40% ഇന്ത്യയിൽ അവശേഷിച്ചു. ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 12% എന്നത് RSS നേതാക്കളിൽ പ്രകോപനം ജനിപ്പിച്ചു. ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന തങ്ങളുടെ സ്വപ്നത്തിന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന പ്രബല മുസ്ലിം ന്യൂനപക്ഷം വിഘാതമാണ് എന്നത് അവരെ പ്രക്ഷുബ്ധമാക്കി. അതിനെ തുടർന്ന് 1947 ആഗസ്റ്റ് 15 ഒന്നാം സ്വാതന്ത്ര്യദിനാഘോഷം അവർ സമ്പൂർണമായും ബഹിഷ്കരിച്ചു. തങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വിഭജനം സാധ്യമായില്ല എന്നതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനു പകരമായി അന്ന് അവർ വിഭജന വിരുദ്ധ ദിനം ആചരിച്ചു. മഹാത്മാഗാന്ധിയെക്കാളും ഉയരത്തിൽ BJP പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന VD സവർക്കറും BS മുഞ്ചേയുമായിരുന്നു അന്ന് സ്വാതന്ത്ര്യദിന ബഹിഷ്കരണത്തിനും വിഭജന വിരുദ്ധ ദിനാചരണത്തിനും നേതൃത്വം നൽകിയിരുന്നത്. അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് മുറുമുറുപ്പുമാറാത്ത ഹിന്ദുത്വവാദികൾ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നുകൊണ്ടായിരുന്നു അരിശം തീർത്തത്. സ്വാതന്ത്ര്യദിനം എന്നത് RSSന് കറുത്ത ദിനമാണ്. നരേന്ദ്രമോദി എന്ന RSSകാരന് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതും അഭിവാദ്യം അർപ്പിക്കുന്നതും നിവൃത്തികേടുകൊണ്ടു മാത്രമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് RSSനെ വാനോളം പുകഴ്ത്തി സംസാരിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യദിനം പോലും ബഹിഷ്കരിച്ച RSSനെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തന്നെ പ്രകീർത്തിക്കുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ്. മാത്രവുമല്ല, 1.25 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ എവിടെയും മഹാത്മാഗാന്ധി എന്ന പേര് മോദി ഉച്ചരിച്ചതേയില്ല. മഹാത്മജിയുടെ സേവനങ്ങളെയോ സ്വാതന്ത്ര്യ സമരത്തെയോ ഒന്നും പരാമർശിക്കാതെ സ്വാതന്ത്ര്യ സ്മരണകൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്ന ശ്യാമപ്രസാദ് മുഖർജിയെയും VD സവർക്കറെയും എല്ലാം പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. സംഘപരിവാറിൻ്റെ നിവൃത്തികേടിനുള്ള പരിഹാരമായിട്ടാണ് മോദിയും കൂട്ടരും വിഭജന ഭീതി ദിനം എഴുന്നള്ളിക്കുന്നത്. പാഠപുസ്തകങ്ങളിലടക്കം കളവുകളുടെ കൂമ്പാരങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ കുബുദ്ധി കേന്ദ്രങ്ങൾ കരുതുന്നത് അല്പകാലം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ ദിനവും പുതുതലമുറയും വരും തലമുറയും മറന്നുകൊള്ളും എന്നാണ്. എന്നാൽ സംഘപരിവാർ ചമയ്ക്കുന്ന ചരിത്രം യഥാർത്ഥ ചരിത്രമറിയുന്ന ഇന്ത്യയിലെ അക്കാദമിക സമൂഹത്തിൻ്റെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും മുമ്പിൽ നിഷ്പ്രഭമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിഭജനം എന്ന ആശയം ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? വിഭജന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഹിന്ദു മഹാസഭ, RSS, ഭാരതീയ ജനസംഘ് എന്നീ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളുടെ നേതാക്കളും ബുദ്ധിജീവികളുമായിരുന്നു. ഇവരായിരുന്നു ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ടിബറ്റ് എന്നീ രാജ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള അഖണ്ഡ ഭാരതത്തെ മനസ്സിൽ നിരൂപിച്ച് ഹിന്ദുവിനും മുസൽമാനും അതിരുകൾ നിശ്ചയിച്ച് വിഭജന സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1905 തന്നെ ഹിന്ദു മഹാസഭയുടെ പൂർവ്വകാല നേതാക്കളിൽ പ്രമുഖനായിരുന്ന ഭായി പരമാനന്ദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇക്കാര്യം തുറന്നെഴുതിയിട്ടുണ്ട്.
സിന്ധിനപ്പുറമുള്ള പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാനുമായും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളുമായി ചേർന്ന് വലിയൊരു മുസ്ലിം രാജ്യമാക്കുകയും ഹിന്ദുക്കൾ അവിടെ നിന്നും മടങ്ങുകയും ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ആശയം. 1923 പ്രസിദ്ധീകരിച്ച എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന വി.ഡി. സവർക്കറുടെ പുസ്തകം ഏറെ പ്രസിദ്ധമാണ്. ഈ പുസ്തകത്തിലൂടെ സവർക്കർ പറഞ്ഞുവെച്ചത് ഹിന്ദു മുസ്ലിം ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളായിരുന്നു. ഹിന്ദു സംസ്കാരം ഉൾക്കൊണ്ടവർ ഒരു രാഷ്ട്രമായി തീരണം എന്നും മറ്റുള്ളവർ ഹിന്ദു സംസ്കാരത്തിൽ ലയിക്കണമെന്നും അല്ലെങ്കിൽ അവർ മറ്റൊരു രാഷ്ട്രമായി തീരണം എന്നുമായിരുന്നു സവർക്കറുടെ പ്രധാന വാദങ്ങൾ. 1923 അയോധ്യയിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ B.S. മുഞ്ചെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതും ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതും ജർമ്മനി ജർമ്മൻകാരുടേതും പോലെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്. ഹിന്ദുക്കൾ സംഘടിച്ചാൽ അവർക്ക് ഇംഗ്ലീഷുകാരെയും അവരുടെ പിണിയാളുകളായ മുസ്ലിങ്ങളെയും താഴ്ത്താൻ കഴിയും. ഇനി മുതൽ ഹിന്ദുക്കൾ സ്വന്തം ലോകം സൃഷ്ടിക്കും. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ശുദ്ധി പ്രക്രിയയിലൂടെ അത് അഭിവൃദ്ധിപ്പെടും. 1937 അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ 19ാം സമ്മേളനത്തിൽ സവർക്കർ നടത്തിയ പ്രസംഗം ദുരാഷ്ട്രവാദത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. സവർക്കർ പറഞ്ഞു, പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന 2 രാഷ്ട്രങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പക്വതയില്ലാത്ത പല രാഷ്ട്രീയക്കാരും ഇന്ത്യ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് അവരുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. സ്വപ്നത്തെ അവർ യാഥാർത്ഥ്യം എന്ന് കരുതി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഏകശിലാത്മകമായ ഒരു ഇന്ത്യയല്ല ഇവിടെയുള്ളത്. മറിച്ച് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നിങ്ങനെ 2 രാഷ്ട്രങ്ങളാണ് ഇവിടെയുള്ളത്. രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുണ്ടായ ദുരാഷ്ട്ര ചർച്ചകൾ നേരത്തെ ഹിന്ദു മഹാസഭയും RSSഉം ശക്തമായി പ്രചരിപ്പിച്ച ഹിന്ദുത്വ രാഷ്ട്രവാദത്തിൻ്റെ ഉപോൽപ്പന്നമായിരുന്നുവെന്ന് ഇപ്പോൾ വിഭജന ഭീതി ദിനം ആഘോഷിക്കുന്ന സംഘപരിവാറുകാർ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പായി ഇന്ത്യൻ നേതാക്കളും ബ്രിട്ടീഷ് അധികാരികളും ദുരാഷ്ട്ര ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സവർക്കർ ഇങ്ങനെ പറഞ്ഞത്: ജിന്നയുടെ ദുരാഷ്ട്രവാദത്തോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം ഹിന്ദുക്കൾ സ്വയം ഒരു രാഷ്ട്രമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെ രാഷ്ട്രങ്ങളാണ് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. 1943 ആഗസ്റ്റ് 15 നാഗ്പൂരിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു സവർക്കറുടെ ഈ പ്രസ്താവന. മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടുപോകുമല്ലോ എന്ന് സവർക്കർ സന്തോഷം പ്രകടിപ്പിച്ച 1943 ആഗസ്റ്റ് 15 സംഘപരിവാർ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് എന്നും പരിശോധിക്കപ്പെടേണ്ടതാണ്. 1947 ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ RSS മുഖപത്രമായ ഓർഗനൈസർ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എന്നത് ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രമാണ് എന്ന് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. രാജ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദു ആചാരങ്ങളുടെ മാത്രം അടിത്തറയിൽ ഉണ്ടാകേണ്ടതാണ്. ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് ഹിന്ദുത്വ ഏകശിലാത്മക രാഷ്ട്രമാക്കി മാറ്റുവാൻ ഇനിയും വിഭജനങ്ങൾ വേണ്ടിവരും എന്നുതന്നെയാണ് സംഘപരിവാറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അന്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന വിഭജന പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഹിന്ദുത്വ ദേശീയവാദികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം താഹിർ അബ്ദുൽ ഖാദർ.